ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടാണ് കേട്ടോ ഉറങ്ങി എണീച്ചത്. ജനൽ തുറക്കുമ്പോൾ തന്നെ കണ്ടത് പൂത്ത മാങ്ങ വീണിട്ടുണ്ടായതാണ്. മാങ്ങ പൊഴുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും നമുക്ക് നല്ലത് കിട്ടിയത് ഇന്നാണ് കേട്ടോ. അല്ലെങ്കിൽ വവ്വാൽ കടിച്ചതും അല്ലാത്ത പുഴുവും അങ്ങനെയായിരിക്കും കിട്ടുന്നത്. മരത്തൊന്ന് പൊഴുത്ത് വീണത് ഫുള്ള് പുഴുവായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ പറിച്ച് പൊഴുപ്പിക്കണം, എന്നാൽ മാത്രമേ നല്ലതായിട്ട് കിട്ടും നമുക്ക്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ ഇത്. ഇന്ന് രാവിലത്തെ ചായക്ക് നെയ്പ്പത്തിലാണ് കേട്ടോ ആക്കിയത്. ഞായറാഴ്ച ദിവസം ഞാൻ പൊതുവെ വൈകിട്ടാണ് എണീക്കുന്നത്. അല്ലാത്ത ദിവസം രാവിലെ 4:45 4:50 ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. രാവിലെ 3 വർഷമായിട്ട് ജിമ്മിന് പോകുന്നുണ്ട് ഞാൻ. പക്ഷെ ഇപ്പോൾ ഒരു 6 മാസമായിട്ട് പോകുന്നുണ്ടായിട്ട് കേട്ടോ. ഒരു സർജറി എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ റെസ്റ്റിലായിരുന്നു. കണ്ണനും അരവേട്ടനും രാവിലെ തന്നെ അവരെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2-3 ദിവസമായി അടുക്കളയിലത്തെ ഫാൻ വർക്കാകുന്നുണ്ടായിട്ടാ. എന്നിട്ട് അരവേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അരവേട്ടൻ ഇലക്ട്രീഷ്യനാണ്, വേറെ എവിടെയെങ്കിലും അതെങ്കിൽ ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ടായിട്ടും വീട്ടിൽ തന്നെ ആകുമ്പോൾ മടിയാണെന്നുണ്ടെന്ന് പറയുന്നത്. ഫാൻ ശരിയാക്കി കഴിഞ്ഞിട്ട് അവർ ബാക്കി എല്ലാ ഫാനും തുടച്ച് വൃത്തിയാക്കി കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ ചായയുടെ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വീട്ടിൽ ഒരാളും കൂടി പണിക്കുണ്ട് കേട്ടോ. ഒരു തെങ്ങിന് കുഴിയെടുക്കാനും കുറച്ച് മണ്ണ് നിരത്തിയിടാനെല്ലാം ഉണ്ടായിന്. അവർക്കുള്ള ചായയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. വിഷ്ണു രാവിലെ തന്നെ പോവാൻ റെഡി ആയിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെ അമ്പലത്തിലൊരു ഉത്സവമുണ്ട്. അടുത്തേക്കുള്ള കലവറ ഘോഷയാത്രയുണ്ട്. അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഓൻ റെഡി ആയിട്ടിരിക്കുന്നത്. കണ്ണൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വിഷ്ണു പോയി കേട്ടോ. അപ്പുറത്തുനിന്ന് എല്ലാവരും പോകുന്നുണ്ട്. അവരൊന്നിച്ചാണ് പോകുന്നത്. അടയമ്മമാരും പെങ്ങന്മാരെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അവരൊന്നിച്ച് പോകുന്നെന്ന് പറഞ്ഞു. ഈ ബോട്ടിൽ ഞാൻ ഭരണോത്സവത്തിന് പോയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. കുറേ നാളായി വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിട്ടാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് കറിയുടെ പണിയെല്ലാം നോക്കുന്നതാണ് കേട്ടോ. ഞായറാഴ്ച പൊതുവേ തലേദിവസത്തെ കറി കൊണ്ടല്ലോ ഒപ്പിക്കലാണ്. ഇന്ന് പിന്നെ പണിക്ക് ഒരാളുള്ളതുകൊണ്ട് അവർക്ക് നമ്മൾ തലേദിവസം കറിയൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേഗം കറിയെല്ലാം ഉണ്ടാക്കാമെന്ന് വെച്ചു. വറവായ അടുപ്പിലേക്ക് തന്നെ ചോറിൻ്റെ വെള്ളം കൂടി വെച്ചു ഞാൻ. റേഷൻ അരിയാണ് കേട്ടോ വെക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട്. അപ്പോൾ വേഗം ചോറും കറിയും വിട്ട് പണിയെടുത്തിട്ട് ഉള്ളിലത്തെ കുറച്ച് പണിയും കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വേഗം പണിയെല്ലാം തീർക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് പോയി ഞാൻ വാങ്ങിച്ച ഓടാന്ന് കേട്ടോ മണ്ണിൻ്റെ. ഇത് മയക്കാൻ വേണ്ടിയിട്ട് തെളിയിൽ കുറച്ച് ചെമ്പരത്തിപ്പൂൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് വെക്കുന്നതാണ്. ഞാനിന്ന് അടിക്കുന്ന മാത്രം കേട്ടോ. തോർത്തുന്ന ജോലി കണ്ണൻ്റെയും വിഷ്ണുവിൻ്റെയാണ്. അടിച്ചു കൊടുത്തെങ്കിൽ അവർ പെട്ടെന്ന് തോർത്തിട്ടെടുക്കും. അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ ജോലിയും എന്നെ സഹായിക്കും. തോർത്തും അടിക്കും, മുറ്റടിക്കും, എല്ലാ കാര്യവും ചെയ്യും. എനിക്ക് സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റുള്ള സമയത്ത് അവരാണ് എല്ലാ കാര്യവും ചെയ്യൽ. അവർ കുഞ്ഞിലെ അവരെ ചെയ്യേണ്ട കാര്യമെല്ലാം ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ആൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ അവരെ പണിയെടുപ്പിക്കുമ്പോൾ അവരച്ഛമ്മ പറയും എന്നോട്, കുഞ്ഞിനെ കൊണ്ട് എന്തിനും എടുപ്പിക്കുന്നതെന്നെല്ലാം. എനിക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ട് ഉപകാരം കിട്ടി. മുകളിലാണ് കേട്ടോ നമ്മൾ തുണിയാറിയിടൽ. ഒരു 1.5 മാസം മുമ്പ് ഞാൻ തുണി എടുത്തിട്ട് പോകുമ്പോൾ ജാറിട്ട് വീണു കേട്ടോ. അതിന് ശേഷം എനിക്ക് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് താഴെ ഇറങ്ങാനൊരു പേടി. വീണിട്ട് ടൈൽ ബോണിന് ചെറിയ ഫ്രാക്ചറുമായി. ജിമ്മിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെയല്ല ജിമ്മിന് പോകുമ്പോൾ ഉണ്ടായത്. ഞാൻ എൻ്റെ ഫോട്ടോ ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് അറിയാട്ടെ പീടികയ്ക്ക് പോയിട്ട് കുറച്ച് സാധനമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ കുറച്ച് കറുത്ത മുന്തിരിയും കൊണ്ടുവന്നിട്ടുണ്ടായിന്. അതിനെ തിരിഞ്ഞിട്ട് കഴുകിയിട്ട് മാറ്റി വെക്കുന്നത്. അതിൻ്റെ ഇടയിൽ എന്തോ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ടായത്. ഈ ഭരണോത്സവത്തിന് പോയിട്ടാകുമ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോഴത്തേക്കും കണ്ണൻ്റെയും വിഷ്ണുവിൻ്റെയും തോർത്തൽ കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ്. ഇതെല്ലാം ഇന്നത്തെ ചോറിനുണ്ടായ കറിയെല്ലാം. ഇത് പണിക്ക് വന്ന ഏട്ടനിലെ ചോറാണ് കേട്ടോ കൊണ്ടുപോയത്. ഈ സാധനവും ഭരണോത്സവത്തിനായിട്ടാകുമ്പോൾ കണ്ണ വാങ്ങിച്ചതാണ് കേട്ടോ. ആ നടുക്കിൽ റോസ് കാണാൻ നല്ല രസമില്ലേ. നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ മിന്നുവിനോടും വെയ്ക്കാൻ പറഞ്ഞതാണ്. അവൾ വീട്ടിൽ നിന്ന് വെച്ചിട്ട് വന്നതിനോണ്ട് അവൾക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് കുറച്ച് പുറത്ത് പണിയുണ്ട്. ചോറ് വെച്ചതിന് ശേഷം വേഗം നമ്മൾ ആ പണി തുടങ്ങി.
എണ്ണയാക്കാൻ വേണ്ടിയിട്ട് ഉലിച്ച തേങ്ങയുടെ ചേരിയാണ് അതെല്ലാം. അത് കൊണ്ടുപോയിട്ട് അപ്പുറം കപ്പണയിലിടാനെല്ലാം ഉണ്ടായിന്. അതിനെ വിഷ്ണു കണ്ണനും കൂടിയിട്ട് കൊണ്ടിടും. ഞാൻ അപ്പോഴത്തേക്ക് അരവട്ടിൻ്റെ പണിയുടെ കുറച്ച് സാധനമെല്ലാം ഉണ്ടായിന്. അതിനെ പറക്കിയിട്ട് ചാക്കിലാക്കിയിട്ട് വെച്ചു. അപ്പോഴത്തേക്ക് പാറും കൂടി വന്നു കേട്ടോ നമ്മളെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട്. അരവേട്ടനും മറ്റേ ആ ഏട്ടനും അവരെ പണി അപ്പുറം എടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം അടിച്ച് വാരിയിട്ട് കത്തിച്ചിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ കുറച്ച് പണിയുണ്ടായത് കവുങ്ങിൻ്റെ മറ്റെല്ലാം കുറച്ച് പട്ട വേണ്ടിയിട്ടുണ്ടായിന്. കവുങ്ങിൻ്റെ ഓല അതിനെല്ലാം വാരിച്ചാടാനുണ്ടായിന്. അതെല്ലാം കുറച്ച് വാരിച്ചാകുമ്പോഴത്തേക്കാണ് അനിയനും കൂടി വന്നത്. അവൾ പറയാതെ വന്നതാണ്. കുഞ്ഞിനെ കണ്ടിട്ടാകുമ്പോഴത്തേക്ക് രണ്ടാളും പോയി കേട്ടോ പണിയുടെ അടുത്തുനിന്ന്. പിന്നെ ബാക്കിയുണ്ടായത് കുറച്ച് ഞാൻ എല്ലാം വാരിച്ചാടിയിട്ട് ഞാനും പോയി. അവർ വന്നിട്ടാകുമ്പോൾ ഞാനിവിടെ പണിയെടുക്കുന്ന പാങ്ങില്ലല്ലോ. കുഞ്ഞിക്കിളീനെ കണ്ടിട്ടാകുമ്പോൾ അപ്പുറത്ത് നൈനിൻ്റെ മക്കളെല്ലാം വന്നു കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള അവൾ വന്നു പറഞ്ഞെങ്കിൽ എല്ലാവരും കൂടി വരും. വീടിൻ്റെ അടുത്താണെങ്കിൽ അതിനെത്തി എപ്പോഴൊന്നും വരില്ല കേട്ടോ. വല്ലപ്പോഴും മാത്രമേ വരും. കുഞ്ഞ് ഇടക്കിടക്ക് വരും. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ വന്നിട്ട് നമ്മൾ ചായയൊന്നും ആക്കാൻ തന്നിട്ട. കുറച്ച് മുന്തിരി ഉണ്ടായിന്. അതിനെ ജ്യൂസ് അടിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു. ക്ലിയർ ഇല്ല. കണ്ണനും വിഷ്ണുവിനും സർപ്രൈസ് ആയിട്ട് എന്ന് പറഞ്ഞ് ജൈനത്തി പറയാതെ വന്നതാണ്. അപ്പോഴത്തേക്ക് ഇന്ന് അവർക്ക് കറാട്ടയിലെ ദിവസമാണ്. അവർക്ക് ബ്ലാക്ക് ബെൽറ്റിൻ്റെ ടെസ്റ്റ് ആവാനായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി ലീവാക്കാൻ പറ്റൂല. കുഞ്ഞ് വന്നുകൊണ്ട് രണ്ടാൾക്കും പോവാൻ തീരെ മനസ്സുണ്ടായിട്ടാ. പിന്നെ ഞങ്ങൾ പറഞ്ഞയച്ചു. അവർക്ക് കറാട്ടെ ക്ലാസ്സിൽ ജൈനത്തിക്ക് ഓർമ്മയില്ല. വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. കണ്ണനും വിഷ്ണു കറാട്ട് പോയതുകൊണ്ട് തന്നെ അനിയത്തിയും വേഗം പോകാൻ നിന്നു കേട്ടോ. അതിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഞായറാഴ്ചത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.